എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. സ്വാഗതം. പുതിയൊരു ദിവസത്തെ നൂലിപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഇതാണ്. നൂലിപ്പെട്ട് ഇന്നലത്തെ ബാക്കിയുള്ള നൂലിപ്പെട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. സേമിയമാരി നമുക്ക് തക്കാളി സേമിയ ഉണ്ടാക്കാം. ഇതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ബാക്കിയുള്ളൊന്നും വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഉപയോഗിക്കാം. ചട്ടി വെച്ചിട്ട് ചൂടാവാൻ എണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് എന്തൊക്കെ ഇടേണ്ടത് നോക്കാം. കടുക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, കുഞ്ഞൻ ജീരകം ഒരു പൊടിക്ക്, പിന്നെ ഒരു ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി ഓരോന്നതായിട്ടിടാം. ജീരകം ഇടുന്നു. വലിയ സവാളയാണ് 2 എണ്ണം കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞതാണ്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നൂലിപ്പെട്ടിൽ ഉപ്പുണ്ട്. വേണ്ടത് ഇട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം. കുറച്ച് കുറെ പൊടിക്കിടാം. പിന്നെ മുട്ട ഇടാം. മുട്ട ഇട്ടുണ്ടാക്കാം. ഇത് വെറും തക്കാളി ഉള്ളി, വെറും തക്കാളി ഉള്ളിയിട്ട് മാത്രം ഉണ്ടാക്കാം. പിന്നെ സോസൊക്കെ ഒഴിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. ഒരുപാട് നേരം വഴണ്ടി വരണമെന്നൊന്നുമില്ല. ഒരു പകുതി ആയാൽ മതി. ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. പിന്നെ ഒരു പൊടിക്ക് ചിക്കൻ മസാല ഉണ്ട്. ഒരു ഫ്ലേവറിനും ഒക്കെ മണത്തിനൊക്കെ ആയിട്ട് വേണ്ടതാണ് ചിക്കൻ മസാല. അധികം വേണ്ടവർക്ക് അധികം ഇടാം, കുറവ് വേണ്ടവർക്ക് കുറവിടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. എങ്ങനെയാണ് വേണ്ടി കഴിക്കാൻ, ഏത് രീതിക്ക് കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. തക്കാളി ഇടണം. നമ്മുടെ മെയിൻ ആളാണ് തക്കാളി. ഇനി ഇത് വെള്ളമൊക്കെ ഒന്ന് വെച്ച് തരണം. അത്രേ വേണ്ടുള്ളൂ സമയം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു വെറൈറ്റി ഫുഡാണ് തക്കാളി സേമിയ. തക്കാളി സേമിയ പറയാം, തക്കാളി ഇട്ട് വറുത്തത് പറയാം. അടിപൊളി ടേസ്റ്റായതാണ്. ഉണ്ടാക്കി കഴിക്കണം എല്ലാവരും. വീഡിയോ ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നൂലിപ്പെട്ടൊക്കെ ബാക്കി വന്ന കളയരുത്. ഇടിയപ്പം 2 പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെയൊക്കെ നൂലിപ്പെട്ട് തന്നെ പറയണത്. വേസ്റ്റാവില്ല. വൈകുന്നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. 1 മണിക്കൂർ മുമ്പേ, അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് എടുത്ത് വയ്ക്കുക. കിടന്ന് തക്കാളി ഉള്ളി വെട്ടി നോക്കുക. ഒറ്റ വറുക്കൽ വെറുതെ സൂപ്പർ ടേസ്റ്റിലുള്ള തക്കാളി സേമിയായി. അങ്ങനെ വെള്ളമൊക്കെ വെച്ച് വന്നു. തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നു. ഉരുണ്ടൊക്കെ വന്നു തക്കാളി. നമുക്ക് നമ്മുടെ നൂലിപ്പെട്ടിടാം. പൊടിച്ച് വെച്ചാൽ ഉതിരിയായിട്ട് വരും. നല്ല മിക്സാക്കണം.
കറിവേപ്പില കൊത്തമല്ലി തല ഒക്കെ ഇടാം. വെറൈറ്റി കളർഫുള്ളായിട്ട് വെറൈറ്റി ടേസ്റ്റിൽ ചട്നി സാമ്പാർ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കഴിക്കുക. കുട്ടികളെ കൊടുത്തുവിടാൻ പറ്റിയതാണ്. രാവിലെ പെട്ടെന്ന് തക്കാളി വെങ്കായം മാത്രം, തക്കാളി ഉള്ളി മാത്രം അരിയ വേണ്ടി. സൂപ്പർ ടേസ്റ്റിൽ സൂപ്പർ കളറിൽ നമ്മുടെ തക്കാളി നൂലിപ്പിട്ട് തക്കാളി ഇടിയപ്പം, തക്കാളി സേമിയ, സിമ്പിളാണ്, സിമ്പിൾ ടേസ്റ്റിയാണ്. നമ്മുടെ തക്കാളി സേമിയ റെഡിയായി. തക്കാളി നൂൽപുട്ട് തക്കാളി സേമിയ റെഡിയായി. എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.